Sadguru Sharanam. Hello dear friends, welcome to Life Divine's new episode. I am Ashalada Srijit. I am going to deal with simple present tense today. So are you ready? Yes? So let's get started. Tenses എന്ന് പറയുന്നത് actually it's very important when you speak. കാരണം ടെൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. അപ്പം നമ്മളൊരു കാര്യം എപ്പോൾ ചെയ്തു എന്നറിയണമെങ്കിൽ യു ഹാവ് ടു യൂസ് കറക്റ്റ് ടെൻസ് അല്ലേ. അപ്പോൾ നമ്മൾ തെറ്റിച്ചു പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലേൺ ടെൻസസ് വെരി ക്ലിയർലി. ഓക്കെ, അപ്പോൾ ഇവിടെ ദിസ് ഈസ് സെക്കൻഡ് പാർട്ട് ഓഫ് അവർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ബേസിക്സ്. അത് ഫസ്റ്റ് പാർട്ട് കാണാത്തവരെല്ലാം യു പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ ആൻഡ് ബി തറോ വിത്ത് ഇറ്റ്. ബിക്കോസ് അതിനകത്ത് ഫസ്റ്റ് വീഡിയോയിൽ ഐ ഹാവ് ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ടു യൂസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർബ്സ്. That I will once again I will say that is with subjects like Ayyo Devi you have to use right. That is when the subject is plural you have to use plural verbs. Exception cases I and you, even though they are singular, they are considered as a plural subject only. Okay, ആ ഐയും യുവും വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരാളല്ലേ ഉള്ളൂ പിന്നെ അവിടെ എന്തുകൊണ്ടാണ് പ്ലൂറൽ വേർബ്. ദാറ്റ് ഈസ് ദ റൂൾ ഇൻ ഇംഗ്ലീഷ്. അത്ര മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഹീ ഷീ ഇറ്റ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു യൂസ് സിംഗുലർ സബ്ജക്ട്സ് ആണ്. സോ സിംഗുലർ വേർബ്സ്. സിംഗുലർ വേർബ്സ് മീൻസ് when there is yes or es at the end of the word, that is singular verb. That you have to keep in mind. Okay, and in this video I am going to give you so many examples with which you can communicate what you want to tell about your present situation. Okay, so what is present tense actually means? Present tense, in that word itself there is the meaning, because now, it is about now. ഇപ്പോൾ എന്താണ് നടക്കുന്നത്. So let's learn the different patterns of or different usages of simple present tense. Yes. സോ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മളിത് ഉപയോഗിക്കും. അത് ഓരോന്നായിട്ട് വി വിൽ സ്റ്റഡി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ് നമ്മുടെ ഡെയിലി റുട്ടീൻ. ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ അന്ന് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു. ഡെയിലി റുട്ടീൻ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. വെൻ ഡു യു വേക്ക് അപ്പ്. So first sentence നമുക്ക് ഫ്രെയിം ചെയ്യാം. I wake up at 7 AM or 5 AM. So I usually wake up at 7 AM. അപ്പോൾ യൂഷ്വലി ഞാൻ സാധാരണ 7 മണിക്കാണ് എഴുന്നേൽക്കാറ്. So that in that way you can say that. Okay, so I wake up at 7 o'clock in the morning. Okay, then next imagine ചെയ്യൂ, നിങ്ങൾ എപ്പോഴായിരിക്കും നിങ്ങൾ ഓഫീസിൽ പോകുന്നത്. Yes, I go to office at 8:30 in the morning. Okay, then അടുത്ത് നമ്മൾ ഓരോന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. ഇൻ ദി ആഫ്റ്റർനൂൺ വെൻ ഡു യു ഹാവ് യുവർ ലഞ്ച്. ഐ ഹാവ് മൈ ലഞ്ച് എബൌട്ട് 1 o'clock അല്ലേ. 1 മണിയോടെ അടുപ്പിച്ച് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കും. പിന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത്. യെസ്, ഐ കം ബാക്ക് അറ്റ് 5:30 ഇൻ ദി ഈവനിങ്. സോ ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ യു ഹാവ് ടു സേ ഓൺലി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഐയുടെ കൂടെ ഐ കം ബാക്ക്. സോ കം എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ യു ഹാവ് ടു യൂസ് പ്ലൂറൽ വേർബ്സ്. ഐ കം, അതാണ് ഐ യൂസ്ഡ് കം ഹിയർ. ദെൻ ഐ യൂഷ്വലി സ്റ്റഡി പഠിക്കുക. സ്റ്റഡിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ സിമിലർലി യു ക്യാൻ യൂസ് ഹീ ഷീ എക്സെട്ര. സോ ഹീ കംസ് അറ്റ് 5 o'clock in the evening. അപ്പോൾ ഹീ അവിടെ വന്നുകൊണ്ട് വി യൂസ്ഡ് കംസ്. അപ്പോൾ ഇത് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക. ഓക്കെ, സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്സ്. എന്താണ് ജനറൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ? സോ സൺ rises in the east. That's a general truth, isn't it? Then you can also say sun sets to the west. That's another general truth. Then the earth revolves around the sun. So that is also another general truth. And then മഴ എങ്ങനെയാണ് വരുന്നത്? So clouds bring rain. So I use clouds. So clouds plural. So this verb is bring. Clouds bring rain. Okay, the sun rises. So note that sun singular. So verb is also singular, rises. So like that you have to note the grammatical details also. Okay, then you can say the milk is white. Okay, and then crow is black.
So similarly, you can frame sentences which are generally true, always. അത് ഇപ്പോഴും നാളെയും മറ്റന്നാളും ഒക്കെ generally അത് true ആണ്. And now simple present tense is used to express a fact that is true at the time of speaking. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുന്ന സമയത്ത് ഒരു ശരിയായ അപ്പം നടക്കുന്ന ഒരു കാര്യം നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് നമ്മൾ പറഞ്ഞു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രകാശം ഉണ്ടാവും. സോ നമുക്കത് എങ്ങനെ പറയാം? ഈ മൊമെൻറ്റിൽ നല്ല വെളിച്ചമുണ്ട്, എങ്ങനെ പറയാം? ദർ ഇസ് ബ്രൈറ്റ് സൺഷൈൻ അറൗണ്ട്, അല്ലേ? നല്ല ബ്രൈറ്റ് സൺഷൈൻ ഇപ്പോൾ ചുറ്റുമുണ്ട്. ഇനി ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ്, നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് ഡാർക്ക് നൗ, അല്ലേ? പിന്നെ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഇവിടെ കറണ്ടില്ല, നമുക്ക് എങ്ങനെ പറയാം? ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി ഹിയർ, ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി നൗ, അങ്ങനെ നമുക്ക് പറയാം. ഇനി ഭയങ്കര ചൂടാണ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചൂടാണ്. സോ ഇറ്റ്സ് റിയലി വെരി ഹോട്ട്. Okay, so you can frame similar sentences. So what you have to do is you have to imagine the situation and you have to frame your own sentences. Okay, and now we use the simple present tense to express facts that is going to happen in the near future. That is already arranged. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചില കാര്യങ്ങൾ നാളെ തുടങ്ങും അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ തുടങ്ങുമെങ്കിൽ അത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്യൂച്ചർ പറയാനും ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം പ്ലീസ് നോട്ട്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഇസ് യൂസ് ടു സേ തിങ്സ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അത് മനസ്സിൽ വെച്ചിരിക്കണം. സോ ഹിയർ ഞാനിപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? IPL മാച്ചസിനെ കുറിച്ച് പറയാം. നാളെ IPL മാച്ചസ് തുടങ്ങുകയാണ്, നാളെ തുടങ്ങും. അപ്പോൾ ഓൾറെഡി അറേഞ്ച്ഡ് ആണല്ലോ. സോ ഹൗ ഡു വി സേ ദാറ്റ്? IPL മാച്ചസ് ബിഗിൻ ടുമോറോ. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനേഷൻസ് അത് അടുത്ത ആഴ്ച തുടങ്ങും, നമുക്ക് എങ്ങനെ പറയാം? അവർ എക്സാമിനേഷൻസ് സ്റ്റാർട്ട് നെക്സ്റ്റ് വീക്ക്. ഇത് എക്സാമിനേഷൻസ് ആയതുകൊണ്ട് സ്റ്റാർട്ടാണ് ഉപയോഗിച്ചത്. സോ നോട്ട് ദാറ്റ് ഓൾസോ. ആൻഡ് നൗ വാട്ട് യു ക്യാൻ സേ? എൻ്റെ അച്ഛൻ നാളെ വരുന്നുണ്ട്, അച്ഛൻ നാളെ ഗൾഫിൽ നിന്ന് വരികയാണ്. സോ ഹൗ ഡു വി സേ ദാറ്റ്? മൈ ഫാദർ കംസ് ടുമോറോ, അച്ഛൻ നാളെ വരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാളെ നടക്കാൻ പോകും. ഇനി നമ്മുടെ സ്കൂൾ തുറക്കുകയാണ്, ജൂലൈ 1 സ്കൂൾ റീഓപ്പൺ ചെയ്യും. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ദ സ്കൂൾ റീഓപ്പൺസ് ഓൺ ജൂലൈ 1. സോ ഇങ്ങനെയാണ് നമ്മൾ നിയർ ഫ്യൂച്ചറിൽ, അതായത് ടൈം ഷെഡ്യൂൾഡ് ആയിരിക്കണം. ദാറ്റ് ടൈം ഷെഡ്യൂൾ മസ്റ്റ് ബി ദെയർ. ഓക്കെ, next we use simple present tense in exclamatory sentences that begin with here and there. അത് you have to note it. അത് exclamatory sentence എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആശ്ചര്യം സൂചകമായിട്ടുള്ള ചില സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അത് ഹിയർ ആൻഡ് ദെയർ എന്ന് പറയുന്ന ആ രണ്ട് വേർഡ്സ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാലൊക്കെ വരുന്നു എന്ന് നമുക്ക് പറയണം. ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ ആസ് ആൻ ആങ്കർ, ഇഫ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്, അപ്പോൾ മമ്മൂട്ടി അവിടെ ഡോറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. സോ നമ്മൾ ഭയങ്കര എക്സ്ക്ലമേഷൻ, ആ ഒരു അത്ഭുതം. സോ നമ്മൾ പറയും ഹിയർ കംസ് ദ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, ദെൻ ഹിയർ കംസ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. സോ ഇതൊക്കെ അനൗൺസ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി ഇത് സന്തോഷമുള്ള കാര്യം മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് അയ്യോ ട്രെയിൻ പോയി എന്ന് പറയണം. നമ്മൾ ഇപ്പോൾ ട്രെയിൻ പോയി, ഹൗ ഡു വി സേ ദറ്റ്? ഓ there goes the train, ദാ ട്രെയിൻ പോകും, there goes the bus. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വി ഹാവ് ടു യൂസ് ദി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വി സ്റ്റഡി ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് യൂസിങ് ഡു ആൻഡ് ഡസ്, അല്ലേ? ഡു ആൻഡ് ഡസ് എന്ന് പറയുന്നത് ആക്ച്വലി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ഹിയർ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഡു ആൻഡ് ഡസ്. അപ്പോൾ എന്ത് ചോദിക്കാം? ലാസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഡു യു ഗോ ടു ഓഫീസ് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെയാണോ ഓഫീസിൽ പോകുന്നത്? ഇനി അവൾ ഇവിടെ വരാറുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡസ് ഷീ കം ഹിയർ? അപ്പോൾ ഡസ് വന്നതുകൊണ്ട് നമ്മൾ കം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡസ് ഷീ കം ഹിയർ? അപ്പോൾ അവിടെ ഷീ അല്ല നമ്മൾ സബ്ജക്റ്റായിട്ട് നോക്കേണ്ടത്. യു ഹാവ് ടു സീ വെദർ ഡസ് ഇസ് യൂസ്ഡ്. ദാറ്റ് ഇസ് വാട്ട് യു ഹാവ് ടു നോട്ടീസ്. ഡസ് ഉപയോഗിച്ചാൽ സോ ദർ ഇസ് എസ് ഓൾറെഡി, സോ ദർ ഇസ് നോ നീഡ് ഫോർ ആഡിങ് എസ് ഇൻ ദ വേർബ്. അങ്ങനെ മനസ്സിലാക്കും. ബേസ് വേർബ് യൂസ് ചെയ്യുക എന്നുള്ള ആ റൂൾ നിങ്ങൾ പഠിക്കണം. ഡു ഡസിൻ്റെ വീഡിയോ യു പ്ലീസ് ഗോ ആൻഡ് വാച്ച് ആൻഡ് ബി തറോ വിത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറും. ഓക്കെ, നൗ നമ്മൾ ചില വേർബ്സിൻ്റെ കൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഐ പ്രോമിസ്, ഐ സജസ്റ്റ്, ഐ ഇൻസിസ്റ്റ്, ഐ അഡ്വൈസ്, ഐ എഗ്രി, ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുക. അത് മിക്കവാറും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. എപ്പോഴും നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാൻ പറ്റുന്ന കുറേ വേർബ്സ് ആണിത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇനി വൈകില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. എങ്ങനെ പറയും?
സോ ഐ ആം പ്രോമിസിങ് എന്ന് പറയാൻ പാടില്ല. സോ യു ഹാവ് ടു സേ ഐ പ്രോമിസ് ദാറ്റ് ഐ വോണ്ട് ബി ലേറ്റ് അഗെയിൻ. ഞാൻ ഇനി വൈകില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ ഐ പ്രോമിസ് എന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദെൻ നെക്സ്റ്റ്, ഞാനൊരു സജഷൻ തരാം, നീ നാളെ എന്തായാലും വരണം, നാളെ എന്തായാലും നീ വരണം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഹൗ ഡു വി സേ ദാറ്റ്? ഐ സജസ്റ്റ് ദാറ്റ് യു ഷുഡ് കം ടുമോറോ. നീ നാളെ വരണം, അതാണ് എനിക്ക് പറയാനുള്ള സജഷൻ. ഓക്കെ. ഇനി എനിക്കൊരു അഡ്വൈസ് ഞാൻ തരുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? നീ കാം ആൻഡ് കൂളായിട്ട് ഇരിക്കൂ. ഹൗ ഡു വി സേ ദാറ്റ്? ഐ അഡ്വൈസ് യു ടു ബി കാം ആൻഡ് കൂൾ. ഓക്കെ. ദെൻ ഇനി ഞാൻ ഈ കാര്യത്തിൽ നിന്നോട് യോജിക്കുന്നു. ഹൗ ഡു വി സേ ദാറ്റ്? ഐ എഗ്രി വിത്ത് യു ഇൻ ദിസ് മാറ്റർ. ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് പൂർണ്ണമായി യോജിക്കുന്നു. ഓക്കെ. ദെൻ ഇനി ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു. അപ്പോൾ ഈ ടേംസൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യം വരും. എങ്ങനെ പറയും? ഐ അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്സ്. അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ട് യു മീൻ ബൈ അപ്പോളജൈസ്? ഞാൻ എൻ്റെ കുറ്റത്തിൽ, ഞാൻ തെറ്റ് ചെയ്തതിൽ ഞാൻ വളരെ പശ്ചാത്തലപ്പെടുന്നു. അപ്പോളജി, ഞാൻ മാപ്പ് പറയുകയാണ്. ഐ അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്സ്. ഓക്കെ. സോ പ്ലീസ് നോട്ട് ഓൾ ദീസ് വെർബ്സ്. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു ഇൻ യുവർ ഡെയിലി ലൈഫ്. സോ ഇനി നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാം. ഹാബിറ്റ്സ് എന്ന് പറയുമ്പം എനിക്ക് വോളിബോൾ ഇഷ്ടമാണ്, ഹോബിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഐ ലൈക്ക് വോളിബോൾ. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ നമുക്ക് പറയാം? നമ്മുടെ ഹാബിറ്റാണല്ലോ. പറഞ്ഞു നോക്കൂ. യു സേ ഇൻ ഇംഗ്ലീഷ്, ദെൻ ഐ ഗിവ് ദ കറക്റ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ്. യു ക്യാൻ ചെക്ക് ഇറ്റ്. ഐ എക്സസൈസ് റെഗുലർലി. ഐ എക്സസൈസ് റെഗുലർലി. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡു മൈ എക്സസൈസസ് റെഗുലർലി. ഓക്കെ. I have jotted down some sentences for you. അപ്പോൾ അത് ഞാൻ വായിക്കാം. സോ യു ക്യാൻ ഗിവ് മീ ദ കറക്റ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ ആ വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഐ ഹാവ് ജോട്ടഡ് ഡൗൺ. അപ്പോൾ ഐ ഹാവ് ജോട്ടഡ് ഡൗൺ, ജോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറിച്ച് വയ്ക്കുക എന്നാണ് അർത്ഥം. ജോട്ടഡ്, JOTTED, ജോട്ടഡ് ഡൗൺ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ. ലുക്ക് ഹിയർ, ഐ ഹാവ് ജോട്ടഡ് ഡൗൺ സം സെൻറ്റൻസസ് ഫോർ യു. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ശബ്ദം അവിടെ നിന്ന്, ഇല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഒരു ശബ്ദം അവിടെ നിന്ന് ഞാൻ കേൾക്കുന്നു. എങ്ങനെ നമുക്ക് പറയാം? യെസ്, ഐ ഹിയർ എ വോയിസ്. ഐ ഹിയർ എ വോയിസ്. ഓക്കെ. അങ്ങ് ദൂരെ ഒരു മങ്ങിയ രൂപം എനിക്ക് കാണാം. നമ്മളിങ്ങനെ ഇരുന്ന് പറയാം, എനിക്ക് അങ്ങ് ദൂരെ ഒരു മങ്ങിയ രൂപം. ഐ ആം സീയിങ് എന്ന് പറയരുത് കേട്ടോ. ഐ ആം സീയിങ് എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ആണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കാണുന്നു എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് സീയിങ് എന്ന് പറയരുത്. ഐ സീ എന്നേ പറയാവുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഐ സീ എ ഡിം ഫിഗർ ഇൻ ദ ഡിസ്റ്റൻസ്. അങ്ങ് ദൂരെ ഞാനൊരു ഡിം ഫിഗർ കാണുന്നുണ്ട്. ഓക്കെ. ദെൻ ജനറൽ ട്രൂത്ത്സ്. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നമുക്കെങ്ങനെ പറയാം? Sun sets to the west. Okay. Now അവൾക്ക് 3 കുട്ടികളുണ്ട്. ഷീ, ഉണ്ട് എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണെന്നറിയാമോ? ഉണ്ട്. ഷീ ഹാസ് 3 children. ദെൻ അവർക്ക് 5 മക്കളുണ്ട്. എങ്ങനെ നമ്മൾ പറയും? അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദേ ഹാവ് 5 children. ഇവിടെ എല്ലാവരും നോട്ട് ചെയ്യുക, ഹാവ് എന്ന് പറഞ്ഞ 2 വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനിവിടെ പറയണേ. ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മീനിങ്, ഉണ്ട് എന്നുള്ള അർത്ഥമേ ഇവിടെ ഇതിനുള്ളൂ. അല്ലാതെ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് ഇപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ ഷീ ഹാസ് 3 children. 3 മക്കളുണ്ട്. ഹാസ്, അത് ദേ ആയതുകൊണ്ട് ഹാവ് എന്ന് വന്നു, ഷീ ആയതുകൊണ്ട് ഹാസ് വന്നു. അത്രമാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ. ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ചില ബുക്കിൽ, സിനിമയിലൊക്കെ വരുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കും. ഇപ്പം ഇന്ന സിനിമയിൽ ഇന്ന ആൾ ഇന്ന റോള് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ ഒരു ഡോണിൻ്റെ റോളാണ് പുതിയ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ പറയാൻ പറ്റും? മോഹൻലാൽ ഡെപിക്സ് എന്നുള്ളതാണ്, ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. DEPICTS, depicts the role of a Don in his new film. ഓക്കെ. ഇനി നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ സച്ചി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം എങ്ങനെയുള്ള റോളാണ്? അയ്യപ്പൻ കോശിയിൽ എന്താണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്? സച്ചി depicts the fight between 2 persons, അയ്യപ്പൻ ആൻഡ് കോശി in his film അയ്യപ്പനും കോശിയും. അടുത്തത് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും എഴുതാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പറയാം? റസ്കിൻ ബോണ്ട് റൈറ്റ്സ് about his love for India.
ഓക്കെ, ഇനി വേറൊരു കാര്യം, അതായത് നമ്മുടെ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, ടൈം ഷെഡ്യൂൾസ് ഉള്ള ഫ്യൂച്ചർ ഇവൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ പറയാം, എൻ്റെ പ്ലെയിൻ ഇന്ന് 7 മണിക്കാണ് പോകുന്നത്. ഇപ്പം നമുക്ക് എങ്ങനെ പറയാം, ഫ്ലൈറ്റ് 7 മണിക്ക് പോകും. അവർ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 7 in the evening. ഓക്കെ, അവർ ഫ്ലൈറ്റ് ലീവ്സ് അറ്റ് 7 in the evening. ദെൻ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ക്വസ്റ്റ്യൻസ്, ഡു ഓർ ഡസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പറയാം? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലിവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഷീ ലിവ്? ഓക്കെ, നോ ദെൻ അതൊരു ഇൻസെക്റ്റാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാം? അത് ഒരു ഇൻസെക്റ്റാണ്. അത് എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇറ്റ് ഉപയോഗിക്കാം. സോ ഇറ്റ്സ് എൻ ഇൻസെക്റ്റ്. അതിന് ഭയങ്കര വിലയാണ് എന്ന് നമ്മളെങ്ങനെ പറയും? ഇറ്റ്സ് കോസ്റ്റ്ലി. ഓക്കെ, ഇറ്റ്സ് കോസ്റ്റ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നിങ്ങളിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ സെൻറ്റൻസും നിങ്ങൾ എഴുതി വയ്ക്കുക. യു ഹാവ് ടു ജോട്ട് ഇറ്റ് ഡൗൺ. ഞാൻ നേരത്തെ പറഞ്ഞു, ജോട്ട് ഇറ്റ് ഡൗൺ ഇൻ എ നോട്ട് ബുക്ക്. ഡെയിലി എല്ലാ ലെസൺസ് ഇതുപോലെ എഴുതി വെച്ചിട്ട് യു ഹാവ് ടു വിഷ്വലൈസ് തിങ്സ്. മനസ്സിൽ ഇതിങ്ങനെ കാണണം. രാവിലെ എഴുന്നേറ്റാൽ പൊതു കാര്യങ്ങൾ എങ്ങനെ പറയും, നാളെ നടക്കാൻ പോകുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് വിഷ്വലൈസ് ചെയ്ത് യു ഫ്രെയിം യുവർ ഓൺ സെൻറ്റൻസസ്. അവിടെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ആ റൂൾസും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, പ്ലൂറൽ വേർബാണോ, ഇവിടെ സിംഗുലർ വേർബാണോ ഉപയോഗിക്കേണ്ടത്, ഇവിടെ ആം ആണോ, ഈസ് ആണോ, ആർ ആണോ, ഹാസ് എന്താ, ഹാവ് എന്താ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പ്ലീസ് ഫ്രെയിം യുവർ ഓൺ സെൻറ്റൻസസ്. എന്നിട്ട് അത് പറഞ്ഞു നോക്കുക. ഓക്കെ, പിന്നെ വീട്ടിൽ തന്നെ ഇഫ് യു ക്യാൻ ആസ്ക് അതർ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ടു സ്പീക്ക് വിത്ത് യു. നിങ്ങൾ ഡെയിലി പറഞ്ഞാൽ ഇനി ഒരു ഹാഫ് ആൻ അവർ വി ആർ ഗോയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് യു സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ദം. ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഇംഗ്ലീഷേ പറയുള്ളൂ. സോ ഡെയിലി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ എല്ലാവർക്കും ഒരു രസമായിരിക്കും. എവറിബഡി വിൽ ഗെറ്റ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പം ഇതിനകത്ത് പറയുന്ന ഈ സെൻറ്റൻസ് തന്നെ അവരോട് പറഞ്ഞിട്ട് അവരോട് തിരിച്ച് പറയിക്കുക. ലൈക്ക് ദാറ്റ് യു ക്യാൻ ഗെറ്റ് പ്രാക്ടീസ്. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. സോ ഇഫ് യു ലൈക്ഡ് ദിസ് ലെസൺ, please do hit the like button, and if you are not a subscriber, please do subscribe. Share with your friends. If you find this useful, please share with your friends, relatives and your family members. Okay, so that's all for today. So it's bye from Ashalada. Sadguru Esharan.